ഇന്നത്തെ സന്ദേശം ഏതാണ്? വഴിതെറ്റിപ്പോയ മകനെ രക്ഷിച്ചതായ അത്ഭുതം. ഈ അത്ഭുതം ഒരു വഴിതെറ്റിപ്പോയ മകനെ നന്നാക്കിയെടുത്തു. അതുകൊണ്ട് നശിച്ചുപോയ ഭർത്താവ്, നശിച്ചുപോയ ഭാര്യ, വഴിതെറ്റിയ മക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അവരെ രക്ഷിച്ചെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതോർക്കുക. ഈ ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ആദ്യം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു പർവ്വത പ്രദേശത്തേക്ക് പോയി. നമുക്ക് വായിക്കാം 2-ാം വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അടുത്ത വാക്യം വായിക്കുകയാണ്. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്തു പറയണ്ടു എന്നു അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശർ ആയിരുന്നു. പിന്നെ ഒരു മേഘം വന്നു അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നു മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കി. തങ്ങളോട് കൂടെ അവർ യേശുവിനെ മാത്രം അല്ലാതെ പിന്നെ ആരെയും കണ്ടില്ല. എന്താണ്? തങ്ങളോട് കൂടെയുള്ള യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവർ കണ്ടില്ല. റൈറ്റ്. മൊത്തം എത്ര ശിഷ്യന്മാരായിരുന്നു യേശുവിനുണ്ടായിരുന്നത്? 12 ശിഷ്യന്മാർ. ഈ 12 ശിഷ്യന്മാരിൽ 3 പേരെ യേശു കർത്താവ് വേർതിരിച്ചിരുന്നു. ആരൊക്കെയാണ്? പത്രോസും യാക്കോബും യോഹന്നാനും. ഇവർ 3 പേരും യേശു കർത്താവിൻ്റെ ഇന്നർ സർക്കിളാണ്. ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഗെത്സമന തോട്ടത്തിലേക്ക് ശിഷ്യന്മാരെല്ലാവരും യേശു കൊണ്ടുപോയപ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വേറിട്ട് കൊണ്ടുപോയി. യേശു കർത്താവിനെ നന്നായി മനസ്സിലാക്കി എപ്പോഴും യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാരാണ് പത്രോസും യാക്കോബും യോഹന്നാനും. ഇവരെ 3 പേരെയും യേശുക്രിസ്തു അന്ന് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയതിനു ശേഷം വേദപുസ്തകത്തിൽ കാണുന്നു, യേശുക്രിസ്തു അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു. അതായത് യേശു കർത്താവിൻ്റെ മേലേക്ക് തൻ്റെ മഹത്വം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴാണോ യേശുക്രിസ്തുവിൻ്റെ മേലേക്ക് ഇറങ്ങി വന്നത്, ആ മഹത്വം കൊണ്ട് നിറഞ്ഞതായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുവാൻ ഇടയായി. അങ്ങനെ വളരെ ശോഭയോടുകൂടി യേശുക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ പ്രകാശിച്ച സമയത്ത് 2 പേർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നുവെന്ന്. അവർ ആരൊക്കെയാണ്? മോശയും ഏലിയാവും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് യേശുവിനോട് സംസാരിക്കുവാൻ ഇടയായി. ഇങ്ങനെ യേശുവിനോട് ഏലിയാവും മോശയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് കണ്ടത്? 3 ശിഷ്യന്മാർ കണ്ടു. ക്രിസ്തീയ സമൂഹമേ, ഒരു ശുഭവാർത്ത. എന്താണ് ആ ശുഭവാർത്ത? നമ്മൾ മരിച്ചുപോയാലും ശരി, നാം ഉയർത്തെഴുന്നേൽക്കും. എന്തുകൊണ്ടെന്നാൽ മോശെ മരിച്ചു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ മരിച്ചതിൻ്റെ ശേഷമായി വീണ്ടും ജീവിതമുണ്ടോ? മനുഷ്യൻ മരണത്തിന് ശേഷം അവനെന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ മരിച്ചുപോയതിന് ശേഷം, അവനെ അടക്കിയതിന് ശേഷം അതുകൊണ്ടവൻ മാഞ്ഞു പോകുന്നുണ്ടോ? മൺമറഞ്ഞു പോവുകയാണോ എന്ന ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഉത്തരം എന്തെന്നറിയാമോ? ഒരിക്കലുമല്ല. മനുഷ്യൻ മരിച്ചതിൻ്റെ ശേഷമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ ദൈവത്തോടൊപ്പം നിവസിക്കുവാനായിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. എന്നാൽ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിച്ച വ്യക്തിയാണെങ്കിൽ ഇഷ്ടപ്രകാരം ജീവിച്ചതിൻ്റെ ശിക്ഷ അനുഭവിക്കുവാനായിട്ട് അവൻ നരകത്തിലേക്ക് പോകും. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ശരി, അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന് ബൈബിളിൽ പറയുന്നു.
അതായത് നമ്മൾ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുവാനായിട്ട് ഇത് നല്ലൊരു ഉദാഹരണമാണ്. ഏതാണ് ഉദാഹരണം? മോശെ മരിച്ചു പോയിട്ടും ഉയർത്ത് എഴുന്നേറ്റു. മോശെ മരിച്ചു പോയിട്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ, വീണ്ടും പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അർത്ഥമെന്താണ്? മോശെ മരിച്ചു പോയിട്ടും ഉയർത്ത് എഴുന്നേറ്റു, വീണ്ടും കാണപ്പെടാനിടയായി. അതായത് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ മരിച്ചു പോയാലും ശരി, ഉയർത്തെഴുന്നേൽക്കും. നാം എല്ലാവരും വീണ്ടും കാണാനിടയാകും. പരസ്പരം നമ്മൾ കാണാനിടയാകും. അവിടെ മോശയും ഏലിയാവും ഒരുമിച്ചാണ് വന്നത്. മോശെ വലിയൊരു നേതാവായിരുന്നു, ഏലിയാവ് വലിയൊരു പ്രവാചകനും. ഇവർ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ അർത്ഥമെന്താണ്? ഇവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവർ എവിടെയാണുള്ളത്? അവർ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുപോലെ തന്നെ നമുക്കും ദൈവത്തോടൊപ്പം നിവസിക്കാനുള്ള മഹാഭാഗ്യം യേശുക്രിസ്തുവിൽ കൂടി സാധ്യമായിരിക്കുന്നു. അതുപോലെ നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്തുകൊണ്ടെന്നാൽ 1000 സംവത്സരക്കാലം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ഭരണമുണ്ടായിരിക്കുമെന്നും യേശുക്രിസ്തു യെരുശലേമിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ 1000 വർഷക്കാലം ഭരണം നടത്തുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. 1000 വർഷം കാലത്തെ യേശുക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ബൈബിളിൽ പറയുന്നുണ്ട്, നാമും യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ ഭരണം നടത്തുമെന്ന്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ പ്രത്യാശയാണ്. സാധാരണമായിട്ട് മനുഷ്യൻ തിരഞ്ഞെടുത്ത ആളുകൾ എത്ര വർഷക്കാലമാണ് ഭരണം നടത്തുന്നത്? പറയുക. ഒരു 5 വർഷത്തോളം ഭരണം നടത്തും. എന്നാൽ വീണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മറ്റൊരു 5 വർഷക്കാലം കൂടി ഭരണം നടത്തും. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവരായ നാം ഈ ഭൂമിയിൽ പറയുക 1000 സംവത്സരക്കാലം ഭരണം നടത്താനിടയാകും. ഇത് വലിയൊരു പ്രത്യാശയാണ്, വലിയൊരു വിശ്വാസമാണ്. യേശുക്രിസ്തുവിനോടൊപ്പം ഭരണം നടത്തുവാനുള്ളതായ വലിയ ഒരു ഭാഗ്യപദവി യേശു നമുക്ക് നൽകാൻ പോകുന്നു. അന്ന് യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട സമയത്ത് പത്രോസും യോഹന്നാനും യാക്കോബും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ആ മലമുകളിൽ വെച്ച് യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട സമയത്ത് പത്രോസ് എന്തു പറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഒരു കാര്യം ചെയ്യാം. എന്താണ്? നിനക്കും അതുപോലെ തന്നെ മോശയ്ക്കും ഏലിയാവിനും വേണ്ടി 3 കുടിലുകൾ നമുക്കിവിടെ കെട്ടാം. ഈ മലമുകളിൽ തന്നെ താമസിക്കാം. ഇത് വളരെ നല്ലതാണ്. നീ മഹിമാ സ്വരൂപിയായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഈ ശ്രേഷ്ഠമായ അനുഭവത്തിൽ, ഈ ഉന്നതമായ ഈ സ്ഥാനത്ത് 3 കുടിലുകൾ കെട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ കഴിയാം. യേശു അപ്പോഴെന്താണ് പറഞ്ഞത്? ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് താഴേക്ക് പോകാം. കാരണം ചെയ്യേണ്ടത് ഒരുപാട് ശുശ്രൂഷകൾ ഇനിയുമുണ്ട്. കുടില് പണിയണമെന്ന് പറയുന്നു. കുടിലുകൾ. പാപിയായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഉത്സവം. ശരി, നമുക്ക് പോകാം. അങ്ങനെ യേശു കർത്താവ് താൻ മഹത്വത്തെ പ്രാപിച്ചതായ സമയത്ത് അവിടെ തന്നെ നിന്നുപോയില്ല. അവൻ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു. ആർക്കു വേണ്ടിയാണ് അവൻ ഇറങ്ങി വന്നത്? നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് ഇറങ്ങി വന്നത്. യേശുക്രിസ്തുവും പത്രോസും യാക്കോബും യോഹന്നാനും ഈ 4 പേരും ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ താഴെ ആരൊക്കെയുണ്ട്? ബാക്കിയുള്ള ശിഷ്യന്മാരുണ്ട്. അവർ ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്ന്, അതായത് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ അരികിൽ വന്നിട്ട് വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. അടുത്തത് വായിക്കാം. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചു ഓടിവന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരോ, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതു അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ട് പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ 3 പേർ യേശുവിനോടൊപ്പം മലമുകളിലേക്ക് പോയി.
ബാക്കിയുള്ള 9 പേർ താഴെ നിന്ന് ഒരു ഭൂതത്തിനെ പുറത്താക്കാനായി ശ്രമിക്കുകയാണ്. അവർ പല പ്രാവശ്യം ഭൂതത്തെ പുറത്താക്കാനായി ശ്രമിച്ചിട്ടും ആ ഭൂതം പുറത്തുപോയില്ല, വിട്ടുപോയില്ല. അതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ശാസ്ത്രിമാർ യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് തർക്കിക്കുകയാണ്, വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. നിങ്ങൾക്ക് ശക്തിയില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് പവറില്ലാതിരിക്കുമ്പോൾ പിന്നെന്തിനാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നൊക്കെ നിങ്ങൾ വിളിച്ചു പോകുന്നത്? പുറത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു, ദൈവത്താൽ വിളിക്കപ്പെട്ടവരെന്ന് ടൈറ്റിൽസ് വയ്ക്കുന്നു. ഇപ്പോൾ നേരെ നോക്കുമ്പോൾ ശക്തിയില്ലാത്ത, ഭക്തിയില്ലാത്ത ജീവിതം. എന്തിനാണ് ഈ കപടവേഷം? ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടവർ ശിഷ്യന്മാരോട് തർക്കിച്ചുവെന്ന്, ശിഷ്യന്മാരെ ചോദ്യം ചെയ്തുവെന്നും അവരെ അപമാനിച്ചുവെന്നും നമുക്കറിയില്ല. എന്നാൽ അവിടെ ശിഷ്യന്മാർക്ക് കുറേയൊക്കെ തലകുനിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തുകൊണ്ടെന്നാൽ അവരെ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് എല്ലാവരും അവരെ കൈക്കൊണ്ടു. എന്നാൽ യേശുവിലുണ്ടായിരുന്നതായ ശക്തി മാത്രം അവരിൽ വെളിപ്പെടുവാനിടയായില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ക്രിസ്ത്യാനികളായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മിൽ കൂടി വെളിപ്പെടുത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനികളായി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളായി യേശുക്രിസ്തുവിൻ്റെ സ്വഭാവശ്രേഷ്ഠതകളെ പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അന്ധകാരത്തിൽ നിന്നും അത്ഭുതകരമായ തൻ്റെ പ്രകാശത്തിലേക്ക് എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? അവൻ്റെ ശ്രേഷ്ഠതകളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തവും ആയ ജനമാണ് നമ്മൾ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ സ്വഭാവവും അവൻ്റെ ശ്രേഷ്ഠതകളും ക്രിസ്തുവിൻ്റെ ദയയും അവൻ്റെ കാരുണ്യവും അവനിലെ നന്മയും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ ആത്മഫലങ്ങളും നമ്മിൽ ലോകത്തിൽ വെളിപ്പെടുത്തണം. പുറമേ ക്രിസ്ത്യാനികളായിട്ട് കാണപ്പെടുകയും പുറമേ വിശുദ്ധരായിട്ട് കാണപ്പെടുകയും പുറമേ ഭക്തരെന്ന് നടിക്കുകയും, എന്നാൽ അകത്ത് മരവിച്ചു പോയാൽ എന്താണ്? ഉള്ളത്തിൽ പാപം കൊണ്ട് നിറഞ്ഞാൽ അത് ദൈവത്തിന് അപമാനമാണ്, ക്രിസ്ത്യാനിത്വത്തിന് അപമാനമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നമുക്ക് വേണ്ടത് എന്താണ്? പറയൂ. യേശു ക്രിസ്തുവിൻ്റെ മനസ്സും ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ കഴിയുന്ന ജീവിതവും. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നമ്മൾ യേശുക്രിസ്തുവിനുണ്ടായിരിക്കുന്നതായ സ്വഭാവത്തെ ലോകത്തിന് വെളിപ്പെടുത്തണം. വിശുദ്ധിയോടെ ജീവിക്കണമെന്നും സ്നേഹത്തോടെ ജീവിക്കണമെന്നും ക്ഷമയും സഹിഷ്ണുതയുമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കണമെന്നും കർത്താവിനെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലാതെ പുറമേ മാത്രം വിശുദ്ധരായിട്ട്, പുറമേ മാത്രം ആത്മീയരായിട്ട്, പുറമേ മാത്രം ഭക്തിയുള്ളവരായി, പുറമേ മാത്രം വലിയ വിശുദ്ധരായി, നീതിമാന്മാരായി, ദൈവവേല ചെയ്യുന്നവരായി നടിച്ചുകൊണ്ട് ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹമൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ കേൾക്കുക, പിശാച് നമ്മുടെ മേൽ ആക്രമണം നടത്തും. വേഗത്തിൽ പിശാചിന് മുൻപിൽ നമ്മൾ കീഴടങ്ങും. അവിടെ കുറേയൊക്കെ ശിഷ്യന്മാരുടെ അവസ്ഥയും ഇങ്ങനെയാകാനിടയായി. ഭൂതത്തെ പുറത്താക്കാനായി അയക്കപ്പെട്ടതായ ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ പോയപ്പോൾ കണ്ടുനിന്നതായ ആളുകൾ എല്ലാവരും കൂടി ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരാകൊണ്ട് യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ടല്ലോ, അവൻ്റെ ശിഷ്യന്മാരായകൊണ്ട് ഇവർക്കും കുറേയൊക്കെ ശക്തി ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇവർക്കും ഭൂതത്തെ പുറത്താക്കാനായിട്ട് കഴിയും എന്നവർ വിചാരിക്കാനിടയായി. എന്നാൽ ഇവർ എന്താണോ വിചാരിക്കുന്നത്, വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ശിഷ്യന്മാർക്കുള്ളത്. പ്രിയ സഹോദര സഹോദരി, നീ ബൈബിൾ പിടിച്ചുകൊണ്ട് ആലയത്തിലേക്ക് വരുന്നതുകൊണ്ട്, നീ ഒരു ഭക്തനാണ്, ഭക്തയാണെന്ന് മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹം വിചാരിക്കുന്നത് എന്താണ്? ഇവർ ഭക്തരാണ്, ദൈവമക്കളാണ്, ക്രിസ്തുവിൻ്റെ വിശ്വാസികളാണ്, സത്യസന്ധതയോടെ ജീവിക്കും, നീതിയോടെ ജീവിക്കും, കള്ളം പറയുകയില്ല, ചീത്ത വിളിക്കുകയില്ല, അനീതി ചെയ്യുകയില്ല, വിശ്വസ്തയോടെ ജീവിക്കും. ഇങ്ങനെ നമ്മിൽ നിന്നും സാധാരണമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കാനിടയാകും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവൻ വിശുദ്ധനാണ്, സത്യസന്ധനാണ്, നീതിയുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ
മക്കളായിരിക്കുന്നതായ നമ്മളും അവനെപ്പോലെ ജീവിക്കും എന്ന് സമൂഹം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. ലോകം നിങ്ങളിൽ നിന്നും എങ്ങനെയുള്ള ഒരു ജീവിതമാണോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ബന്ധുക്കളാകട്ടെ, നിങ്ങളുടെ സ്നേഹിതരാകട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിന്നും എങ്ങനെയുള്ളൊരു സ്വഭാവമാണോ അവർ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണോ ജീവിക്കുന്നത്, അതോ നിങ്ങൾ നടിക്കുകയാണോ? ഒരു നിമിഷം ചിന്തിക്കുക. നീ നാട്യം കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മനുഷ്യനെ വിശ്വസിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഏതെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടും. എന്നെങ്കിലും നിന്റെ ജീവിതം വെളിപ്പെടാനിടയാകും. അന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരാകൊണ്ട് കുറേയൊക്കെ ഇവർക്കും പവർ ഉണ്ട്. മറ്റുള്ളവർ വിശ്വസിച്ചു, എന്നാൽ വാസ്തവത്തിൽ ആ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തുവാനായി കഴിഞ്ഞില്ല. പിടിക്കപ്പെട്ടുപോയി. സഹോദരീ, സഹോദരാ, നിന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണോ വിചാരിക്കുന്നത്, അതുപോലെ തന്നെയാണോ നീ ജീവിക്കുന്നത്? ഇവൻ ആത്മീയനാണ്, ഇവൻ നല്ലൊരു സ്ത്രീയാണ്, ഇവൻ വിശുദ്ധനാണ്, വലിയൊരു ഭക്തനാണ്, നല്ലൊരു പ്രാർത്ഥനാ വ്യക്തിയാണ്. ഇങ്ങനെ മറ്റുള്ളവർ യഥാർത്ഥത്തിൽ നിന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത്, യഥാർത്ഥത്തിൽ നീ അങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത്? എന്നാൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കൂടുതൽ വിചാരിക്കുന്നുണ്ട്, എന്നാൽ വാസ്തവത്തിൽ നീ മാത്രം അതിനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നീ പിടിക്കപ്പെടാനിടയാകും. അന്ന് ശിഷ്യന്മാർ പിടിക്കപ്പെട്ടു. യേശുക്രിസ്തുവും ബാക്കിയുള്ള 3 ശിഷ്യന്മാരും മലമുകളിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം അവിടെ നടക്കുന്നതായ തർക്കം കണ്ടപ്പോൾ യേശുക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, എന്തിനാണ് തർക്കിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ്റെ പിതാവ് എന്ന് പറയുകയാണ്, യേശുവേ, ഗുരോ, ഇവർ നിന്റെ ശിഷ്യന്മാരാണല്ലോ. നിന്നെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നീ വീര്യപ്രവർത്തികൾ ചെയ്യുന്നുവെന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്നും ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്നും ഒരുപാട് സത്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ നിന്റെ ശിഷ്യന്മാർ ഉണ്ടായിരുന്നല്ലോ. അവരിലും കുറേയൊക്കെ നിന്റെ ശക്തി ഉണ്ടായിരിക്കും, ബലമുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് എൻ്റെ മകനെ കൊണ്ടുവന്ന് അവനിലുണ്ടായിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല. പുറമേ നോക്കുമ്പോൾ ശിഷ്യന്മാരാണ്, എന്നാൽ ഉള്ളിൽ എന്തില്ല? ശക്തിയില്ല. അവർക്കതിനുള്ള യോഗ്യതയില്ല. ഇൻഡയറക്റ്റായിട്ട് യേശുവിനോട് അയാൾ എന്താണ് പറയുന്നതെന്നറിയാമോ? കർത്താവേ, ഇങ്ങനെയുള്ള വേസ്റ്റ് ശിഷ്യന്മാരെ എന്തിനാണ് കൂടെ കൂട്ടുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ യാതൊരു യോഗ്യതയുമില്ലാത്തതായ, ശ്രേഷ്ഠതയില്ലാത്തതായ, ശക്തിയും ഇല്ലാത്തതായ ശിഷ്യന്മാരെ കൂടെ കൂട്ടുന്നത്? നിന്റെ അഭിമാനത്തിന് നഷ്ടമുണ്ടാകും. പ്രിയ സഹോദര, സഹോദരി, കേൾക്കുന്നുണ്ടോ? പ്രിയ സഹോദര, സഹോദരി, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആത്മീയതയും ദൈവത്തിൻ്റെ സത്യസന്ധതയും ഇല്ലാതെ ഒരുപക്ഷെ നമ്മൾ ലോകക്കാരുടെ മുൻപിൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടന്നാൽ എന്നെങ്കിലും ഒരു ദിവസം അവർ ഇങ്ങനെ തന്നെ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഇങ്ങനെയുള്ള ആളുകളെ നിന്റെ മകനും മകളുമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്? നോക്കൂ, അവരെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ടും ക്രിസ്തുവിനെ ഞങ്ങളിൽ കൂടി വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് പറയുന്നതായ ആളുകൾ അങ്ങനെ ജീവിക്കാതെ എങ്ങനെ പെരുമാറുന്നുവെന്ന് നോക്കുക. പേര് ക്രിസ്ത്യാനിയുടെ പേരാണ്. രാവിലെ ഉണർന്നാൽ മദ്യക്കുപ്പിയാണ് എടുക്കുന്നത്. പേര് ക്രിസ്ത്യാനിയുടെ പേരാണ്. രാവിലെ എഴുന്നേറ്റാൽ വീട്ടിൽ അടിയും ബഹളവും. ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്നു. വീട്ടിലാകട്ടെ, വീടിന് പുറത്താകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, എല്ലാവരുമായിട്ട് കലഹമാണ്. പുറമേ മാത്രം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, പുറമേ മാത്രം വിശ്വാസിയെന്ന്. സഹോദര, സഹോദരി, കേൾക്കുന്നുണ്ടോ? നീ എവിടെയാണോ ജീവിക്കുന്നത്, എവിടെയാണോ നീ ജോലി ചെയ്യുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ വേലയിൽ ഭാഗവാക്കാകുന്നത്, നിന്നിൽ കൂടി ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുവാൻ പാടില്ല. കർത്താവെ, ഇവർ നിന്റെ ശിഷ്യന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരിൽ കുറേയൊക്കെ ശക്തി ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഭ്രമിച്ചുപോയി. പുറമേ ശക്തിയുള്ളവരായി കാണപ്പെടുന്നെന്നാൽ ഉള്ളിൽ അല്പം പോലും ശക്തി ഇല്ല. കർത്താവെ, ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ നീ എന്തിനാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്? ഇവർ നിന്ദിക്കുകയാണ് നിന്നെ. സഹോദര, സഹോദരി, സൂക്ഷിക്കുക. ഞാനും നിങ്ങളുമൊന്നും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കുവാൻ പാടില്ല. ഇങ്ങനെ യേശുവിനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി എന്തു പറഞ്ഞുവെന്നറിയാമോ? അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. രണ്ടാമത് എന്താണ് പറഞ്ഞത്? എത്രത്തോളം നിങ്ങളെ പൊറുക്കും, സഹിക്കും. എന്താണിത്? ഇങ്ങനെയാണോ എൻ്റെ നാമത്തിന് നിങ്ങൾ മഹത്വം കൊണ്ടുവരുന്നത്? 4 പേരുടെ മുൻപിൽ എന്നെ അപമാനിക്കുകയല്ലേ? 4 പേരുടെ മുൻപിൽ എന്നെ നിന്ദിക്കുകയല്ലേ? എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതായി ഒരു സാമാന്യ ജ്ഞാനം പോലുമില്ലല്ലോ. ഇവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ നിന്ദിക്കുകയല്ലേ? പ്രിയ സഹോദര, സഹോദരി, യേശുവിനെ നമ്മൾ നിന്ദിക്കാൻ കാരണമാകരുത്.
ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട്, ആത്മീയരെന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയാണെങ്കിൽ അത് ക്രിസ്ത്യാനിത്വത്തിന് അപമാനമല്ലേ? ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട്, ആരാധനയ്ക്ക് പോകുന്നവരെന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും വായ് തുറന്നാൽ കള്ളമാണ് പറയുന്നത്. ജോലി ചെയ്യുന്നിടത്ത് കള്ളം പറയുന്നു, വ്യാപാരം ചെയ്യുന്നിടത്ത് കള്ളം പറയുന്നു, ചിലർ ദൈവവേലയിലും കള്ളം പറയുന്നു. കേൾക്കുന്നുണ്ടോ? നീ കള്ളം പറയുന്നവനായി ജീവിച്ചുകൊണ്ട് എങ്ങനെ ദൈവപൈതലെന്ന് പറയും? വഞ്ചന ചെയ്യുന്നവനായി ജീവിച്ച് ദൈവത്തിൻ്റെ പേരെങ്ങനെ പറയും? നീ ദൈവപൈതലാണെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാകുന്നുവെങ്കിൽ നിന്റെ സംസാര രീതി കൊണ്ടായിക്കൊള്ളട്ടെ, നിന്റെ വേഷം കൊണ്ടായിക്കൊള്ളട്ടെ, നിന്റെ ഇടപാടുകൾ കൊണ്ടാകട്ടെ, നീ എവിടെ താമസിച്ചാലും എവിടെ ജോലി ചെയ്താലും ദൈവത്തിൻ്റെ നാമം നിന്നിൽ കൂടി അപമാനപ്പെടുവാൻ പാടില്ല. ഒരുപക്ഷെ നീ അങ്ങനെ അപമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ നോക്കി പറയും, എത്ര കാലം ഞാൻ നിന്നെ സഹിക്കും, എത്ര കാലം ഞാൻ നിന്നോട് കൂടിയിരിക്കും. ആ രീതിയിൽ ദൈവം നമ്മെ ശാസിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. മർക്കോസിന്റെ സുവിശേഷം 9:28 വീട്ടിൽ വന്നതിൻ്റെ ശേഷമായിട്ട് ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് പേഴ്സണലായിട്ട്, എങ്ങനെയാണ്? പബ്ലിക്കായിട്ടല്ല, വ്യക്തിപരമായിട്ട്, കർത്താവേ, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാത്തത് എന്ത്? ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടത് സാധിച്ചില്ല? അപ്പോൾ യേശു പറഞ്ഞ വാക്കെന്താണ് നോക്കാം. യേശു പറയുകയാണ്, പ്രാർത്ഥനയാലല്ലാതെ, അതായത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്നു അവൻ പറഞ്ഞു. അത് അസാധ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ചിലത് ഉപവാസ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയൂ. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായി തന്നെ കിടക്കുന്നു. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിരുന്നത്? നിങ്ങൾ വിചാരിച്ചത് ചിലത് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല. നേടിയെടുക്കുവാൻ ആഗ്രഹിച്ച പലതും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. വിജയം നേടിയെടുക്കുവാൻ ആഗ്രഹിച്ച ഇടത്ത് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്താണത്? അത് സാധിക്കാതെ തന്നെ അങ്ങനെ കിടക്കുന്നു. ആരോഗ്യം നേടിയെടുക്കണമെന്ന് വിചാരിച്ചിരിക്കാം, നല്ലൊരു ജോലി നേടിയെടുക്കണമെന്ന് വിചാരിച്ചിരിക്കാം, ഒരു പാപത്തിൻ്റെ മേൽ വിജയം നേടിയെടുക്കണമെന്ന് വിചാരിച്ചിരിക്കാം. എൻ്റെ വായെ നിയന്ത്രിക്കണം, എൻ്റെ കണ്ണുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം, എൻ്റെ മോഹങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ്, കടഭാരത്തിൽ നിന്ന് പുറത്തേക്ക് വരണം, ഭാര്യയും മക്കളെ നന്നായിട്ട് നോക്കണം. ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ വിചാരിച്ചിട്ട് നടക്കാതെ പോയത് എന്തൊക്കെയാണെന്ന് ഓർക്കുക. നല്ലൊരു വിവാഹബന്ധം വേണം, നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണം, ആരോഗ്യസ്ഥിതി മെച്ചമാകണം, പ്രമോഷൻ നേടിയെടുക്കണം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം. ഏതാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായതിനെ ഇന്നും നിങ്ങൾ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വിഷയങ്ങൾ ഏതൊക്കെയാണ്? ആ അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളെ സാധിച്ചെടുക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അത്ഭുതകരമായ സൂത്രം ഏതാണെന്നറിയാമോ? ഉപവാസ പ്രാർത്ഥനയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളോട് കരുണ കാട്ടണമേ, നിന്റെ ദയ ഞങ്ങളോട് കാട്ടണമേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ നീ കാണണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാട്ടണമേ. രക്ഷകാ, ഞങ്ങളോട് നീ കരുണ കാട്ടണമേ. നല്ലൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളോട് കരുണ കാട്ടണമേ. ആരോഗ്യസ്ഥിതി മോശമായിട്ട് ബലഹീനമായിരിക്കുന്ന ശരീരങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ. നല്ലൊരു തലമുറയില്ലാതെ ഭാരപ്പെടുന്നതായ കുടുംബങ്ങളോട് നീ കരുണ കാട്ടണമേ. ഏകാകികളോട് കരുണ കാട്ടി അവരെ കുടുംബസ്ഥരാക്കി നീ മാറ്റിയെടുക്കണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ട് തകർച്ചയിലായിരിക്കുന്നവരോട് കരുണ കാട്ടണമേ. ഏതെങ്കിലും ഒരു വഴി അവർക്ക് തുറന്നു കൊടുത്ത് സാമ്പത്തികമായി സ്ഥിരപ്പെടുത്തണമേ. കർത്താവേ, രക്ഷിക്കപ്പെടാത്തതായ ആ ഭർത്താവിനോട്, ആ ഭാര്യയോട്, ആ മകനോട് കരുണ കാണിച്ചവരെ രക്ഷയുടെ അനുഭവത്തെ കൊടുക്കണമേ. സകല കുടുംബങ്ങളിലും
ശാന്തി കൊടുക്കണമേ, സമാധാനത്തെ കൊടുക്കണമേ, സന്തോഷത്തെ കൊടുക്കണമേ, സംതൃപ്തിയെ കൊടുക്കണമേ. യേശു കർത്താവേ, നിന്റെ കയ്യിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ.